എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഒരാളെ നമ്മുടെ ഇഫാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇതേ സമയം അവൾ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് അവളെ പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇഫാന്റെ അമ്മയുടെ രണ്ടാം വിവാഹത്തിലുള്ള മകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇഫാന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ട് വരും. ഇഫാൻ ഇവളെ കണ്ടത് തന്നെ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇതേ സമയം ഇഫാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും ഈ പെൺകുട്ടി പിന്നെയും നമ്മുടെ ഇഫാന്റെ പിറകിൽ ഇങ്ങനെ പോവുമായിരിക്കും. ഇതേ സമയം തന്നെ ഇവർ തമ്മിൽ ചെറുപ്പം തൊട്ടേ ഒരു സ്വരച്ചേർച്ച ഉണ്ടാവില്ല. ഇതേ സമയം ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടേന്ന്. ഇതേ സമയം തന്നെ ഇപ്പം പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ലാന്ന്. എന്നിട്ട് അവളുടെ ഇഷ്ടം പോലും നോക്കാണ്ട് ഇവൾ അവളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇവൾ തുടക്കം തൊട്ടേ ഇവളെ വിളിക്കുന്നുണ്ട് ഇവളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. ഇതേ സമയം ഇഫാൻ പറയുന്നുണ്ട്, നിന്നെ പേടി ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് വരാൻ തീരുമാനിക്കുന്നില്ല, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടുന്ന് മൈൻഡ് ചെയ്യാണ്ട് ഇഫാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടെ സ്നോ വീഴുന്നുണ്ടാവും. ഇതേ സമയം ഇതെല്ലാം കണ്ട് ഇഫാൻ ഇങ്ങനെ പണ്ട് അവളെ അച്ഛന്റെ കൂടെ ആദ്യമായിട്ട് മഞ്ഞ് വീഴുന്നതെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യം മഞ്ഞ് വീഴ്ച തന്നെ അവൾ അവളുടെ അച്ഛന്റെ കൂടെയാണ് ആഘോഷിച്ചത്. ഇതെല്ലാം ആലോചിച്ച് അവൾ അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സാങ്ങിനെ കാണിക്കുകയാണെങ്കിൽ സാങ് വല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് വൈകുന്തോറും അവന് ടെൻഷൻ കൂടി കൂടി വരികയാണ്. ഇതേ സമയം തന്നെ ഇവൾ കയറി വരുന്നുണ്ടാവും. അത് കാണി ഇവന്റെ ഫോൺ എടുത്തിട്ട് അതിൽ ഗെയിം കളിക്കായിരിക്കും. ഇതേ സമയം തന്നെ നല്ല ജാടി ഇട്ടിട്ട് ഫോണിൽ ഗെയിം കളിച്ചോട് സാങ് വന്ന് ഇവളെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്രയും വൈകി, നീ ഇങ്ങനെ വൈകി വരാനാണോ നിന്റെ തീരുമാനം എന്ന് ചോദിക്കും. അതേ സമയം അവൾ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ എന്റെ വർക്ക് ഭയങ്കര ഇറഗുലർ ആയിരിക്കും, ഞാൻ തോന്നിയ പോലെയാണ് കയറി വരികയെന്ന്. അതേ സമയം അവൻ പറയുന്നുണ്ട്, നീ ഇനിയും ഇങ്ങനെ വൈകി വരികയാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ തന്നെ എന്നെ നീ അറിയിക്കണം എന്ന് പറയും. ഇതേ സമയം അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ നിന്നെ അറിയിക്കുന്നതെന്ന്. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, എനിക്ക് എന്റെ വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ ഇങ്ങനെ സെൽഫായിട്ടുള്ള കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവള് കാരണം അവന്റെ ഉറക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഇതേ സമയം അവൾ ഓക്കെ അവൾ കിടക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ അവൾ മുന്നോട്ട് നടക്കാൻ നോക്കുമ്പോൾ തന്നെ ഇവന്റെ ഒരു ഫ്രണ്ട് വാഷ്റൂമിൽ നിന്ന് പുറത്ത് വരുന്നുണ്ടാവും. പെട്ടെന്ന് കാണുമ്പോൾ ഇവൾ തന്നെ ഞെട്ടും. എന്നിട്ട് ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന്. അപ്പം അവൻ പറയുന്നത് ഇതെന്റെ ഫ്രണ്ട് ആണെന്നുള്ളത്. ഇവർ തമ്മിൽ ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്, ആരെങ്കിലും ഒരാളെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആളുടെ ഓൾറെഡി പെർമിഷൻ വാങ്ങണം എന്നുള്ള കാര്യം. ഇതേ സമയം സാങ് ഇവിടെ ഇത് തെറ്റിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇഫാൻ ഇവനെ നന്നായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്, നീ എന്താ എന്റെ പറയാതിരുന്നത്. അവനെ വയക്ക് പറഞ്ഞിട്ട് ഇവൾ അവളുടെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം സാങ് ഇവന്റെ ഫ്രണ്ടിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. കാരണം സാങ് ഒരുപാട് വട്ടം ഇവള് വരുന്നതിന് മുമ്പ് അവന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടാവും, അവൻ പോവാതിരുന്നായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഇഫാനും അവളുടെ ഫ്രണ്ട്സും വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ഇതേ സമയം തന്നെ ഫ്രണ്ട് നമ്മൾ ഏത് ഹോട്ടലാണ് വ്യാഴ്ച പോവുക, യാന്റെ ഹോട്ടൽ ഒരു ഓപ്ഷൻ ആയിട്ട് അവള് പറയുന്ന സമയത്ത് ഇഫാൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്കൊരു റൂംമേറ്റ് ഉണ്ടെന്ന്, അത് സാങ് ആണെന്നുള്ള കാര്യം. ഇവര് രണ്ടുപേരും ഇത് കേൾക്കെ ഒന്ന് ഷോക്കാവും. ഇതേ സമയം തന്നെ അവളിങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ഹോട്ടലിൽ തന്നെ നമുക്ക് പോവാം, അവൻ എനിക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഇവള് പറയുന്നുണ്ട്, ഇത് പറയാൻ അവൾക്ക് ഭയങ്കര ചമ്മലായിട്ട് ഞാൻ എന്നാ വെക്കാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവളുടെ ഫ്രണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാണ്, നീ എന്താ അവന്റെ കൂടെയാണോ താമസിക്കുന്നത്, എത്ര ഡിസ്കൗണ്ട് ആണ് തരുന്നതെന്നൊക്കെ. ഇതേ സമയം അവളിങ്ങനെ 1% എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യും. ഇതേ സമയം പിന്നെ ഫ്രണ്ടും ആ പയ്യനും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ സമയം അവളിങ്ങനെ പറയാം, 1% ഇതൊക്കെ ഒരു ഡിസ്കൗണ്ട് ആണോ, നമുക്ക് അവിടെ തന്നെ പോകണമെന്നൊക്കെ ചോദിച്ചാൽ അവർ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ട്വിസ്റ്റും ഉണ്ട്. ഈ സമയം തന്നെ ഈ പയ്യന് നമ്മുടെ ഇഫാന്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടം ഉണ്ടാവും. അവനത് തുറന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രാവശ്യം വന്നത് തന്നെ. ഇവന് സ്കൂൾ ടൈമിൽ തന്നെ നമ്മുടെ ഇഫാനിനോട് അഗാധമായ പ്രേമമായിരിക്കും. ബട്ട് അവൻ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അവന് ജോലിയായിട്ട് അവൻ പറയാന്നായിരിക്കും വിചാരിച്ചത്. അത് പറയാൻ വേണ്ടിയായിരിക്കും അവൻ വന്നത് തന്നെ. എന്നാൽ ഈ സമയം തന്നെ ഇവൾ സാങ്ങുമായിട്ടാണ് റൂം ഷെയർ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇവന് വല്ലാണ്ട് ടെൻഷൻ ആയിട്ടുണ്ടാവും. അടുത്ത സീനിൽ കാണിക്കുന്ന പിറ്റേ ദിവസം വ്യാഴ്ചയാണ്. അതേസമയം തന്നെ നമ്മുടെ ഇഫാന് വല്ലാണ്ട് തിരക്ക് കൂട്ടിയിട്ട് ഡ്രസ്സ് എല്ലാം കൂടി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് എല്ലാം കൂടി തിരക്ക് കൂട്ടിയിട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഇതേ സമയം തന്നെ ഇവളുടെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടാവും. താഴെ എൻട്രൻസിൽ അവർ കാറുമായിട്ട് വെയിറ്റ് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ വരാൻ പറയും. ഇതേ സമയം അവൾ പറയും, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയും. ഇതേ സമയം ആ പയ്യൻ പറയുന്നുണ്ട്, നീ സമയം എടുത്ത് വന്നാൽ മതി. ഇതേ സമയം ഫ്രണ്ട് പറയും, ഇല്ല ഞാനിപ്പോൾ ചത്ത് പോകും, പെട്ടെന്ന് തന്നെ വാന്ന് പറയും. ഇതേ സമയം തന്നെ ഇഫാൻ എല്ലാം റെഡി ആക്കിയിട്ട് സാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പോവാണ്, നീ 8 മണിക്ക് ഹോട്ടലിൽ സീറ്റ് ബുക്ക് ചെയ്തില്ലേന്ന് ചോദിക്കും. എന്നാലോ ഇത് കേട്ടിട്ട് സാങ് ആണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് അവിടുന്ന് എണീച്ച് പോവായിരിക്കും ചെയ്യുക. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഇഫാനും ഒന്നും മനസ്സിലാവില്ല. പിന്നീട് ഇഫാൻ അവളുടെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി സോഫയിൽ ഇരുന്ന് ഇങ്ങനെ ഷൂസ് ഇടുന്ന സമയത്താണ് നമ്മുടെ സാങ് ഇങ്ങനെ അവളിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും ഡോറിൻ്റെ ഉള്ളിൽ കൂടെ. ഇവൾ ഓടിപ്പിടിഞ്ഞ് ലിഫ്റ്റിന് മുന്നിൽ എത്തുമ്പോഴേക്കും സാങ്ങും അതേ സമയം തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഇവളാണെങ്കിൽ സാങ്ങിനെ കണ്ടൊന്ന് ഞെട്ടിയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത്രയും പെട്ടെന്ന് ഒരുങ്ങിയോ, നീ എന്താ ഇങ്ങോട്ടേലും പോവാൻ നിൽക്കാണോ. ഇതേ സമയം അവൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഇവൾ വിചാരിക്കും അവൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങുക, കാരണം അവന്റെ കാർ അവിടെയാന്നുള്ള രീതിയിൽ അവൾ അങ്ങോട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നാലോ ഇവനാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇവളേക്കാൾ മുമ്പിൽ ഇറങ്ങുന്നുണ്ടാവും. ഇത് കണ്ടവൻ പിന്നെയും ഒന്ന് ഷോക്കാവും. സാങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഹാൻ ഉണ്ടാവും. ഓൾറെഡി ഹാനിനെ ഇവൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. ഇതേ സമയം ഇഫാനെ കണ്ട് അവർ 3 പേരും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് പുതുക്കുന്നുണ്ടാവും. ഇതേ സമയം തന്നെ ഇവരും 5 പേരും ഒരുമിച്ച് കാണാണ്. ഇതെല്ലാം നമ്മുടെ സാങ്ങിന്റെ ഒരു പദ്ധതിയാണ്. ഇതേ സമയം തന്നെ ഹാൻ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നത്, ഇതാരാ നിന്നെ
നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ഈ സമയം ഫ്രണ്ട് പറയുന്നുണ്ട് അല്ല ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറയും. ഇതേ സമയം തന്നെ ഇവരെല്ലാവരും ഒന്ന് ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നുണ്ട്. സംഭവം ഇവരെല്ലാവരും ഒരേ സ്കൂളിൽ പഠിച്ചാണ്. എന്നിട്ട് സാങ്ങിന്റെ അടുത്ത് ഈ ഫ്രണ്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എവിടെ പോകാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കും. ഇതേ സമയം ഹാം പറയുന്നുണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്, നിങ്ങൾക്ക് എന്താ പരിപാടി? ഇതേ സമയം അവരും ഞങ്ങളൊന്ന് പുറത്ത് ഹാങ് ഔട്ട് ചെയ്യാൻ പോവാന്ന് പറയും. ഇതേ സമയം സാങ് അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് എന്നെ ചോദിക്കുന്നുണ്ട് അല്ല ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെയും കൂടി വിളിച്ചൂടെ ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടി ആയിട്ട്, ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കും. ഇതേ സമയം തന്നെ ഫ്രണ്ടിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവള് പറയുന്നുണ്ട് അത് നമ്മുടെ പ്രൈവസി പോകുന്നുള്ള രീതിയിൽ. ഹിഫാൻ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. മറ്റേ പയ്യനും കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ സാങ് ആണെങ്കിൽ നിങ്ങളുടെ കാർ എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ അവരുടെ കാറിന്റെ നേരെ പോവാണ്. ഇത് കണ്ട് ഇവരെല്ലാവരും ഒന്ന് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഹാനിന് അപ്പൊ തന്നെ പിടികിട്ടിട്ടോ. എന്നിട്ട് ഇവർ ഓരോന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഈ പയ്യനാണെങ്കിൽ ഇഫാനെയാണ് മുമ്പത്തെ സീറ്റിലേക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇത് കേട്ട് നമ്മുടെ സാങ്ങിന് പിടിക്കും. ഇതേ സമയം തന്നെ സാങ് ചാടി കയറി മുമ്പ് സീറ്റിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ബാക്കിൽ തിങ്ങിയിരിക്കാനെന്ന വയ്യ, ഞാൻ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോളാം. ഈ സമയം തന്നെ ഈ ഒരു അഹങ്കാരവും ഈ ഒരു അധികാരമൊന്നും നമ്മുടെ പയ്യന് തീരെ പിടിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഇവര് കാറിലേക്ക് കയറിയിരിക്കുകയായിരിക്കും. അങ്ങനെ കാറിൽ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പയ്യനാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെ നമ്മുടെ ഇഫാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയം ഇത് കണ്ട സാങ് അവന് നേരെ മിറർ വെച്ചിട്ട് ഇതുവഴി ഇഫാനെ നോക്കായിരിക്കും. ഇതേ സമയം തന്നെ ആ പയ്യൻ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് റോഡ് കാണുന്നില്ല. ഇതേ സമയം സാങ് അവന്റെ അടുത്ത് പറയുന്നുണ്ട് നീ നേരെ റോഡിലേക്ക് തന്നെ നോക്കി ഓടിച്ചാൽ മതി. അങ്ങനെ ചെറിയൊരു ആർഗ്യുമെന്റ് അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സാങ് പയ്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന്. ഇതേ സമയം അവൻ പറയുന്നുണ്ട് ഇല്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ സാങ്ങിനെ നെഞ്ചൊന്ന് ഇരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇഫാന്റെ അടുത്ത് ഹാം പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഈ രണ്ട് പയ്യന്മാർക്കും നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ എന്തോരം റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് കേട്ടിട്ട് സാങ് അവിടെ എത്ര പയ്യന്മാരായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇതൊക്കെ കേട്ടപ്പോ തന്നെ നമ്മുടെ ഇഫാൻ ഇങ്ങനെ പണ്ടത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയം അവളിങ്ങനെ വാഷ്റൂമിൽ നിൽക്കുന്ന സമയത്ത് കുറെ പെമ്പിള്ളാർ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഇഫാനെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും പോലെ ഓരോന്നോരോന്നായിട്ട് കുറ്റം പറയായിരിക്കും. ഇവൾക്കെന്തോ വലിയ വശീകരണം ഉണ്ട്, അതുകൊണ്ടാണ് എല്ലാ പയ്യന്മാരും ഇവളുടെ പിന്നാലെ ഇങ്ങനെ വരുന്നത്. ഇത് കേട്ടിട്ട് ഒന്നും പറയാണ്ട് നമ്മുടെ ഇഫാൻ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവരെല്ലാരും കൂടെ അവിടുന്ന് പാഞ്ഞോടുന്നുണ്ടാവും. ഇതേ സമയം തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഒരു പയ്യൻ ഇങ്ങനെ ഇവളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുത്തി പറയായിരിക്കും. നിനക്ക് പിന്നെ ഓരോ പയ്യന്മാരെ വളയ്ക്കാനുള്ള വശീകരണം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവളൊന്നും മിണ്ടാണ്ട് കേൾക്കാത്ത പോലെ അവളുടെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന് സാങ് അവന്റെ തല പിടിച്ചിട്ട് അവളുടെ ബെഞ്ചിൽ ഇങ്ങനെ ഇടിച്ചിട്ട് അവനോട് സോറി പറയാൻ പറയും. പക്ഷെ നമ്മുടെ ഇഫാൻ ഒന്നും മനസ്സിലാവാണ്ട് അവളായിരിക്കും സോറി പറയും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയും നിന്നോടല്ല ഇവനോടാ പറയാൻ പറഞ്ഞെന്നറിയും. അതേ സമയം അവൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് വേദനയാകുമ്പോൾ അവൻ ഇങ്ങനെ പറയും സോറി ഇഫാനെ എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് സാങ് പറയും എന്നോട് നീ സോറി പറയും, നീ എന്നെ കുറിച്ചല്ലേ ഈ റൂമേഴ്സ് എടുക്കുന്നതെന്ന് പറയും. ഈ സമയം അവനൊന്ന് മടിച്ചിട്ട് ഇവന്റെ അടുത്തും സോറി പറയും. എന്നിട്ട് ഇവൻ പോയതിനു ശേഷം നമ്മുടെ സാങ് ഇങ്ങനെ ഇഫാന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇഫാൻ ഇങ്ങനെ സാങ്ങിനെ നോക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ ഇഫാൻ ഇങ്ങനെ ആലോചിക്കായിരിക്കും. ഇതേ സമയം തന്നെ ഈ പയ്യൻ ഇങ്ങനെ നമ്മുടെ സാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കറിയായിരുന്നോ ഇഫാനാണ് നിന്റെ റൂംമേറ്റ് എന്നുള്ള കാര്യം, ഇത് നീ അറിഞ്ഞിട്ടാണോ നീ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്ന്. ഈ സമയത്ത് സാങ് ഇങ്ങനെ നല്ല റൊമാൻറ്റിക് ആയിട്ട് പറയുന്നുണ്ട് അതെ എനിക്കിതിന് മുമ്പേ അറിയായിരുന്നു, അവളാണെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതെന്ന്. ഇത് കേട്ട് ഇഫാൻ ഒന്ന് ഞെട്ടുന്നുണ്ടാവും. ഇതോടെ 4ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇതുവരെ എൻ്റെ എപ്പിസോഡ് കണ്ട എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ ബൈ.